ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 24-ാം അധ്യായം 21-ാം വാക്യം വായിക്കുന്നു. എന്നാൽ അവർ അവനെതിരെ ഗൂഢാലോചന നടത്തി രാജാവിന്റെ കൽപ്പനയനുസരിച്ച് യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തെ മറന്നുള്ള ജീവിതങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഒരു ദൈവ പൈതലിന് ലോകം സമ്മാനിക്കുന്നത് കല്ലേറുകളായിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് പാപത്തിന്റെ പെരുവഴിയിലൂടെ പോകുന്നവരോട് യോജിക്കുവാനോ വിട്ടുവീഴ്ചയോടെ അവരുടെ പാപങ്ങൾക്ക് മുമ്പിൽ കണ്ണടയ്ക്കുവാനോ സാധ്യമല്ല. ദൈവം തന്റെ ജനത്തെ നയിക്കുവാൻ നിയോഗിച്ചിരിക്കുന്ന തന്റെ ദാസന്മാർ പാപത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവത്തിന്റെ ദാസന്മാരെ ലോകത്തിന്റെ പ്രഭുക്കന്മാർ കല്ലെറിയുന്നു. തന്റെ 7-ാം വയസ്സിൽ യെരൂശലേമിൽ രാജാവായി തീർന്ന യോവാശ് യഹോയാദാ പുരോഹിതന്റെ ആയുഷ്കാലത്ത് ദൈവത്തിന്റെ വഴികളിൽ നടക്കുകയും അവന്റെ ആലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുകയും അതിനെ മനോഹരമാക്കുകയും ചെയ്തു. യഹോയാദാ പുരോഹിതന്റെ മരണാനന്തരം യോവാശ് ദൈവത്തെ മറന്ന് പാപത്തിലേക്ക് വഴുതി വീണു. അവന്റെ രാജ്യത്വം ദൈവം സുസ്ഥിരമാക്കിയപ്പോൾ, അവന് ദൈവം ധനവും മാനവും നൽകിയപ്പോൾ, അവന്റെ 7-ാം വയസ്സു മുതൽ അവനെ കാത്തുരക്ഷിച്ച് വളർത്തിയെടുത്ത ദൈവത്തെ അവൻ മറന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് യഹോയാദാ പുരോഹിതന്റെ മകനായ സഖര്യാവിന്റെ മേൽ വന്നു. അവൻ യോവാശിന്റെ പാപത്തിനെതിരെ വിരൽ ചൂണ്ടിയതിനാൽ യോവാശിന്റെ കൽപ്പനപ്രകാരം സഖര്യാവിനെ കല്ലെറിഞ്ഞു കൊന്നു. 7 വയസ്സുള്ളപ്പോൾ തന്നെ രാജസ്ഥാനത്തേക്ക് ഉയർത്തിയ ദൈവത്തെ മറക്കുകയും ദൈവത്തിന്റെ ദാസനെ കൊലപ്പെടുത്തുകയും ചെയ്ത യോവാശിന്റെ അന്ത്യം അതിദാരുണമായിരുന്നു. സഹോദരാ, സഹോദരി, ബാല്യം മുതൽ നിന്നെ പോറ്റിപ്പുലർത്തിയ ദൈവത്തെ മറന്നാണോ നീ ഇന്ന് ജീവിക്കുന്നത്? നിന്റെ പാപത്തെക്കുറിച്ച് വിരൽ ചൂണ്ടുന്ന ദൈവത്തിന്റെ ശബ്ദത്തെ നീ കല്ലെറിയാറുണ്ടോ? തന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ ദൈവത്തെങ്കിലേക്ക് തന്നെ വഴി നടത്തിയ യഹോയാദാ പുരോഹിതനെ യോവാശ് മറന്നതുപോലെ ശൂന്യമായ അവസ്ഥയിൽ നിന്ന് നിന്നെ ഇന്നത്തെ അനുഗ്രഹങ്ങളിലേക്ക് കൈപിടിച്ച് കയറ്റിയ ദൈവത്തെയും അവന്റെ ദാസന്മാരെയും മറന്നാണോ നീ ജീവിക്കുന്നത്? എങ്കിൽ യോവാശിന്റെ അനുഭവം നിനക്ക് പാഠമാകട്ടെ. ഇന്നുവരെയും ഇത്രത്തോളം എന്നെ കാത്തു പരിപാലിക്കുന്ന, ഇന്നുവരെയും ഇത്രത്തോളം എന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുമെൻ, ദൈവത്തെ ഞാൻ പുകഴ്ത്തുമെൻ ആയുസ്സിൻ നാളൊക്കെയും. എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുമെൻ, ദൈവത്തെ ഞാൻ